2025 കീമിലെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെളുപ്പിനെ തൊട്ട് അഡ്മിറ്റ് കാർഡുകൾ കുട്ടികൾക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ 23 തുടങ്ങി ഏപ്രിൽ 29 വരെ കേരളത്തിലെ ഒരുപാട് സെൻറ്ററുകളിലും മുംബൈ, ന്യൂഡൽഹി, ചെന്നൈ, ബാംഗ്ലൂരു, ദുബായ് എന്നിവിടങ്ങളിലും വെച്ചുമാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ c.kerala.gov.in സൈറ്റിൽ കയറുക. അതിൽ 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ നിങ്ങളുടെ പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറാം. അങ്ങനെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും ഒക്കെ കാണിക്കുന്ന പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ഒരു 3 ലൈൻ ഉണ്ടാവും. ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ താഴെ അഡ്മിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണുമ്പോൾ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കവിടെ പ്രിൻ്റ് അഡ്മിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഫോട്ടോഗ്രാഫിലോ സിഗ്നേച്ചറിലോ 10th സർട്ടിഫിക്കറ്റിൻ്റെ കേസിലോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവരും ആ ഇഷ്യൂസ് അല്ലെങ്കിൽ ഓൾറെഡി അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തതിൽ ഡിഫക്റ്റുകളുള്ളവരോ അവരെയൊക്കെ മുമ്പ് അറിയിച്ചിരുന്നു, മുമ്പ് സമയവും തന്നിരുന്നു. അപ്പോൾ അതറിയാതെ പോയവരും ചെയ്തിട്ട് ശരിയാവാത്തവരും പിന്നീട് ഈ ഡിഫക്റ്റ് വന്നവരുമൊക്കെ എന്ത് ചെയ്യുക, അവരുടെ ഒന്നും അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ഇഷ്യൂ ആയിട്ടില്ല. അതേപോലെ തന്നെ ഈ ഫീസിൻ്റെ ബാക്കി തുക അടയ്ക്കാനുള്ളവരുടെയൊക്കെ അഡ്മിറ്റ്, അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വിത്ത് ഹെൽഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ വിത്ത് ഹെൽഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 21-ാം തീയതി ഏപ്രിൽ 21-ാം തീയതി വൈകിട്ട് 4 മണി വരെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അവസരമുണ്ട് നിങ്ങളുടെ ആ ഡിഫക്റ്റ് മാറ്റാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ഡിഫക്റ്റ് ആണോ ഉള്ളത് ആ ഡിഫക്റ്റ് മാറ്റിക്കൊടുക്കും. ഇപ്പോൾ ഒപ്പിലാണെങ്കിൽ ഒപ്പ്, അല്ലെങ്കിൽ ക്ലാസ് 10 ആണെങ്കിൽ അത്, ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ അത് കൊടുത്താലേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടൂ. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളില്ല. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ അപാകതകൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടും. ഇനി ആർക്കൊക്കെയാണ് അഡ്മിറ്റ് കാർഡ് എന്ന് ചോദിച്ചാൽ ഈ എഞ്ചിനീയറിംഗ് എക്സാം എഴുതുന്നവർക്കും ഫാർമസി എക്സാം എഴുതുന്നവർക്കും മാത്രമേ അഡ്മിറ്റ് കാർഡ് ഉള്ളൂ. നേരെ തിരിച്ച് മെഡിക്കൽ അലൈഡ് ചൂസ് ചെയ്തവർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ, മെഡിക്കൽ അലൈഡോ ആർക്കിടെക്ചറോ മാത്രം ചൂസ് ചെയ്തവർക്കോ അതായത് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവില്ല. അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും, ഫാർമസി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഈ 2 കൂട്ടർക്ക് അഡ്മിറ്റ് കാർഡ് ഉള്ളൂ. മെഡിക്കൽ അലൈഡും ആർക്കിടെക്ചറും ചെയ്തവർക്ക് അഡ്മിറ്റ് കാർഡ് ഇല്ല. അത് പ്രത്യേകം ഓർക്കുക. അവർക്ക് എക്സാമും ഇല്ല. അവർക്ക് നീറ്റ് അല്ലെങ്കിൽ നാറ്റ എക്സാമാണ്. ഇനി ഇന്ന് ഒരു അപ്ഡേറ്റ് കൂടി വന്നിരുന്നു. മുമ്പ് പറഞ്ഞ എക്സാമിൻ്റെ ഷെഡ്യൂൾ ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്, അത് മുമ്പും പറഞ്ഞിരുന്നു. എക്സാമിനേഷൻ്റെ ഷെഡ്യൂൾ മുമ്പ് പറഞ്ഞിരുന്നു 23 തുടങ്ങി 28 വരെയാണെങ്കിൽ ഒന്നുകൂടി മാറ്റിയിട്ടുണ്ട്. 23 തുടങ്ങി 29 വരെയാണ്. ഏപ്രിൽ 23 തുടങ്ങി ഏപ്രിൽ 29 വരെയാണ് എക്സാം. അതിൻ്റെ ഡീറ്റെയിൽ ഷെഡ്യൂൾ നോക്കുക. എഞ്ചിനീയറിംഗിൻ്റെ എക്സാം ഏപ്രിൽ 23, 25, 26, 27, 28, 29 തീയതികളിലാണ്. എഞ്ചിനീയറിംഗിൻ്റെ എക്സാം ഒക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ്. 2 തുടങ്ങി 5 വരെയുള്ള സമയത്താണ്. റിപ്പോർട്ടിംഗ് ടൈം 2 hours ബിഫോറാണ്. അതായത് 2 മണിയാണെങ്കിൽ 12 മണിക്കായിരിക്കും റിപ്പോർട്ടിംഗ്. അത് ഞാൻ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ പിന്നാലെ കാണിക്കാം. ഇനി ഫാർമസിയുടെ എക്സാം ഉണ്ടാവുക 24-ാം തീയതിയും 29-ാം തീയതിയുമാണ്. 24-ാം തീയതി ചില കുട്ടികൾക്ക് 11:30 തുടങ്ങി 1 മണി വരെയുള്ള സമയമായിരിക്കും. ചില കുട്ടികൾക്ക് 3:30 തുടങ്ങി 5 വരെയുള്ള സമയമായിരിക്കും. 29-ാം തീയതി എന്തായാലും ഡേ സെഷൻ 10 തുടങ്ങി 11:30 വരെയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലെ ഷെഡ്യൂൾ ടൈം എപ്പോഴാണ് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഡേയിൽ എക്സാം ഉള്ളത് ഫാർമസിക്ക് മാത്രമാണ്. 24-ാം തീയതിയും രാവിലെ എക്സാമുണ്ട്, 29-ാം തീയതിയും രാവിലെ എക്സാമുണ്ട്, 24-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും എക്സാമുണ്ട്. ഏത് എക്സാമിൻ്റെയും 2 മണിക്കൂർ മുമ്പാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അത് ഓർക്കുക. ഇനി ഒരു സാമ്പിളായിട്ട് ഞാൻ 2-3 അഡ്മിറ്റ് കാർഡ് കാണിക്കാം. അതിൽ ഈ ആദ്യത്തെ കുട്ടിയുടേത്, ഈ കുട്ടിയുടെ അഡ്മിറ്റ് കാർഡ് കുട്ടി എഞ്ചിനീയറിംഗ് മാത്രമാണ് എഴുതുന്നത്. അപ്പോൾ കുട്ടിയുടെ റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, കുട്ടിയുടെ പേര്, കുട്ടിയുടെ അഡ്രസ്സ് ഒക്കെ അവിടെയുണ്ട്. ഏത് എക്സാമിനാണ് അപ്ലൈ ചെയ്യുന്നത് എന്നിവിടെയുണ്ട്. എക്സാമിനേഷൻ്റെ വെന്യൂവിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്, ആ വെന്യൂവിൻ്റെ അഡ്രസ്സുണ്ട്, എന്നാണ് എക്സാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക 29-ാം തീയതിയാണ്. എപ്പോഴാണ് എക്സാം എന്ന് കൊടുത്തിട്ടുണ്ട്? 2 മണി തുടങ്ങി 5 മണി വരെയാണ്. ഓക്കെ, കുട്ടി റിപ്പോർട്ട് ചെയ്യേണ്ടത് 12 മണിക്കും 1:30ക്കും ഇടയിലാണ്. അപ്പോൾ ഈ 1:30ക്ക് അപ്പുറത്തേക്ക് പോകാതിരിക്കുക. 1:30 കഴിഞ്ഞാൽ എന്തായാലും പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ താഴെ കുട്ടിയുടെ സിഗ്നേച്ചറും ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ താഴേക്ക് ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസും ഞാൻ ഇതിൻ്റെ എൻഡിൽ കാണിക്കാം. ഇനി
ഈ അഡ്മിറ്റ് കാർഡിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കളർ വേണമെന്ന് നിർബന്ധമില്ലല്ലോ എന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ എപ്പോഴും നല്ലത് കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ അഡ്മിറ്റ് കാർഡ് നോക്കുക. ഈ കുട്ടി ഫാർമസിക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെയും റോൾ നമ്പർ, അപ്ലിക്കേഷൻ നമ്പർ, പേര്, അഡ്രസ്സൊക്കെ ഉണ്ടാവും. വെന്യൂ ഉണ്ട്, വെന്യൂവിൻ്റെ അഡ്രസ്സുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് നോക്കുക 29-ാം തീയതി. അപ്പോൾ ഈ ഡേറ്റ് ചിലപ്പോൾ പലർക്കും മാറാം, എല്ലാവർക്കും ഒരേ ഡേറ്റ് അല്ലല്ലോ. അപ്പോൾ ആ ഡേറ്റ് ശ്രദ്ധിക്കുക, ഈ ഡേറ്റ് ശ്രദ്ധിക്കുക, റിപ്പോർട്ടിംഗ് ടൈം ശ്രദ്ധിക്കുക, ടൈം ഓഫ് എക്സാമിനേഷൻ, ഇത് മൂന്നും നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഒരേ ദിവസമല്ല, ഒരേ ഷെഡ്യൂളല്ല. അതുകൊണ്ട് തന്നെ ആ ഷെഡ്യൂളും ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നോക്കുക. ഈ റിപ്പോർട്ടിംഗ് ടൈമിനപ്പുറത്തേക്ക് കുട്ടിയെ കടത്തിവിട്ടില്ല. 9:30 9:31 നിങ്ങളവിടെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കരുത്. 9:30 മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഇനി മൂന്നാമതൊരു അഡ്മിറ്റ് കാർഡുണ്ട്. ഈ കുട്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് എഞ്ചിനീയറിങ്ങിനുമുണ്ട്, ഫാർമസിക്കുമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ റോൾ നമ്പർ, അപ്ലിക്കേഷൻ നമ്പർ, കാൻഡിഡേറ്റിൻ്റെ പേര്, അഡ്രസ്സൊക്കെ ഉണ്ട്. രണ്ടും 2 എക്സാമാണ് നോക്കിയോ. ഇവിടെ എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിൻ്റെ വെന്യൂ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. എഞ്ചിനീയറിംഗിൻ്റെ എക്സാം 23-ാം തീയതി 2 തുടങ്ങി 5 വരെയാണ്. എന്നാൽ ഫാർമസിയുടെ എക്സാം 24-ാം തീയതി പിറ്റേന്നാണ്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ എക്സാം ഒരു ദിവസമുണ്ട്, പിറ്റേന്നാണ് ഫാർമസിയുടെ എക്സാം ഉള്ളത്. ഫാർമസിയുടെ എക്സാം പിറ്റേ ദിവസം 11:30 തുടങ്ങി 1 മണി വരെയുള്ള സമയത്താണ്. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും അപ്ലൈ ചെയ്താൽ 2 എക്സാം എഴുതണം. എഞ്ചിനീയറിംഗ് മാത്രമാണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി, ഫാർമസി മാത്രമാണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. രണ്ടും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 എക്സാമും ഉണ്ടാവും. രണ്ടിനും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 3 ടൈപ്പ് അഡ്മിറ്റ് കാർഡും കാണിച്ചു. അതായത് വരാൻ സാധ്യതയുള്ള 3 ടൈപ്പ് അഡ്മിറ്റ് കാർഡേ ഉള്ളൂ, 3ഉം കാണിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ടൈം ഓഫ് എക്സാമിനേഷൻ, റിപ്പോർട്ടിംഗ് ടൈം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തേത്, ദ അഡ്മിറ്റ് കാർഡ് ഷുഡ് ബി പ്രസൻറ്റഡ് അലോങ് വിത്ത് ഒറിജിനൽ വാലിഡ് ID പ്രൂഫ്. നിങ്ങളുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളറാണെങ്കിൽ ബെറ്റർ. അതിന് കൂടെ ഒരു വാലിഡ് ഡോക്യുമെൻ്റ് ഉണ്ടാവണം, ഒരു ID പ്രൂഫ് ഉണ്ടാവണം. അത് നിങ്ങളുടെ സ്കൂൾ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ ക്ലാസ് 12ൻ്റെ അഡ്മിറ്റ് കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്, ഫോട്ടോ ഉള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കാം. ആധാർ കാർഡ് ഉപയോഗിക്കാം, ആധാർ വിത്ത് ഫോട്ടോ ഉപയോഗിക്കാം, വോട്ടേഴ്സ് ID ഉപയോഗിക്കാം, നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉപയോഗിക്കാം, പാൻ കാർഡ് ഉപയോഗിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം, വാലിഡ് പാസ്പോർട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ഗസറ്റഡ് ഓഫീസർ. നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒരു ഗസറ്റഡ് ഓഫീസറോടോ അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനിലെ അതായത് നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ഹയർ സെക്കൻഡറി പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പലിനോടോ ഒരു ലെറ്റർ വാങ്ങിയും ഫോട്ടോ ഒട്ടിച്ച് അത് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിയ സർട്ടിഫിക്കറ്റോ ആവാം. ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് നോക്കുക. അഡ്മിറ്റ് കാർഡ് പ്ലസ് വാലിഡ് ID പ്രൂഫ് നിർബന്ധമാണ്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിംഗ് ടൈമിൽ ചെല്ലണം. ഇവിടെ നോക്കുക, റിപ്പോർട്ടിംഗ് പോയിന്റ് വിൽ ബി ക്ലോസ്ഡ് ഹാഫ് ആൻ അവർ. നമ്മൾ പറഞ്ഞു 2 മണിക്കാണ് എക്സാമെങ്കിൽ 1:30 ക്ലോസ് ചെയ്യും. അതിനുശേഷം ആരെയും പെർമിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് റിപ്പോർട്ടിംഗ് ടൈമിൽ ചെല്ലാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി കാൻഡിഡേറ്റ് ഷുഡ് പ്രൊഡ്യൂസ് ദ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ഫ്രം ദ വെബ്സൈറ്റ്. അത് നമ്മൾ പറഞ്ഞു, എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു, അഡ്മിറ്റ് കാർഡ് എങ്ങനെ ആയിരിക്കുമെന്നും പറഞ്ഞു. ഇനി വിൽ ബി അലോക്കേറ്റഡ് എ സീറ്റ് ഇൻ എക്സാമിനേഷൻ ഹോൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഫോട്ടോ ക്യാപ്ചർ. പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സീറ്റ് അലോട്ട് ചെയ്ത് തരും. അതേപോലെ മാൽ പ്രാക്ടീസുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് സാധാരണ എല്ലാ എക്സാമിനും ചെയ്യുന്ന പോലെ നിങ്ങൾ അതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാനൊന്നും പാടില്ല. അതേപോലെ ആർ നോട്ട് പെർമിറ്റഡ് ടു ക്യാരി ഇനി ഇത് കൊണ്ടുപോകാൻ പാടില്ല. എന്തൊക്കെ? ഒരു ഇലക്ട്രോണിക് ഡിവൈസസ്, മൊബൈൽ ഫോണ്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് വാച്ച്, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത മെറ്റീരിയലുകൾ, അങ്ങനെ ഒരു സാധനം പോലും, അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫും അല്ലാതെ പെന്നുമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളൊരു പെന്ന് കയ്യിൽ കരുതുക. ഇനി ഷീറ്റ് ഓഫ് പേപ്പർ ഫോർ റഫ് വർക്ക്. നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാൻ വേണ്ട ഷീറ്റ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കിട്ടുന്ന ഷീറ്റിൽ നിങ്ങളുടെ റോൾ നമ്പരും പേരും ടോപ്പിൽ എഴുതണം. എന്നിട്ട് നിങ്ങളുടെ സിഗ്നേച്ചറും അതിലിടണം. പേരെഴുതണം, റോൾ നമ്പർ എഴുതണം, സിഗ്നേച്ചർ ഇടണം. എന്നിട്ട് പോരുമ്പോൾ ഇത് റിട്ടേൺ ചെയ്യുകയും വേണം. ഈ അഡീഷണൽ ഷീറ്റ് നിങ്ങൾ വാങ്ങിയത് ഇൻവിജിലേറ്ററെ തിരിച്ചേൽപ്പിക്കണം. അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡും ID പ്രൂഫും കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം ഒരു പെന്നു കൂടി കയ്യിൽ കരുതുക. നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ, വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. നിർബന്ധമായിട്ടും എന്ത് വേണം? അഡ്മിറ്റ് കാർഡും ID പ്രൂഫും പെന്നും കൊണ്ടുപോകണം. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളവും കൊണ്ടുപോകാം. ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കാം. ഇനി എക്സാമിനേഷൻ ഹാളിൽ വെച്ച് നിങ്ങൾ അറ്റൻഡൻസ് ഷീറ്റിൽ സൈൻ ചെയ്യേണ്ടതുണ്ട്. എക്സാമിനേഷൻ ഹാളിൽ ചെന്നാൽ നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് ജസ്റ്റ് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അതായത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞു തരും. ഇനി വൺസ് ദ കാൻഡിഡേറ്റ് ഹാസ് റിപ്പോർട്ടഡ് ദ എൻട്രൻസ് ഓഫ് എക്സാമിനേഷൻ, അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു ഹോളിലേക്ക് കയറിയാൽ പിന്നെ വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു ലീവ് ദ എക്സാമിനേഷൻ ഹോൾ. വൺസ് നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്ത് ഹോളിൽ കയറിയാൽ പിന്നെ നിങ്ങളെ പുറത്തുവിടില്ല എക്സാം കഴിയാതെ.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എന്തൊക്കെ വേണം? നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എക്സാമിന് പോകുന്നതിന് മുമ്പ് അഡ്മിറ്റ് കാർഡ് കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വാലിഡ് ID പ്രൂഫ്, ഒറിജിനൽ, ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഒറിജിനൽ കയ്യിലുണ്ടോ എന്ന് കരുതുക. ഒരു പെന്ന് കയ്യിൽ കരുതുക. പ്ലസ് നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ അതും കരുതാം. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതുക. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ കീമിൻ്റെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് എടുക്കേണ്ടത്, അഡ്മിറ്റ് കാർഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, എന്താണ് എക്സാമിനേഷൻ ഹോളിൽ ശ്രദ്ധിക്കേണ്ടത്, ആർക്കൊക്കെയാണ് എക്സാമിനേഷൻ ഉള്ളത്, എല്ലാ ഡീറ്റെയിലും വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിലോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഞാനിതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് ആ കമ്മ്യൂണിറ്റിയിൽ വന്നാൽ നിങ്ങൾക്ക് ത്രൂ വാട്സപ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസും അപ്ഡേറ്റുകളും ഈ കമ്മ്യൂണിറ്റി വഴി എത്തിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.